ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഓരോ കുടുംബവും വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മുടെ ചിന്തകളെയും ആശയങ്ങളും വികാരങ്ങളെയും ഒക്കെ നമ്മൾ മറ്റുള്ള ഒരാളിലേക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അല്ലേ. നമ്മുടെ ഓരോ സങ്കടവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നതിലൂടെ നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കുട്ടികൾ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നല്ലൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല മക്കളായി വളരാൻ അവർക്ക് സാധിക്കും. കാരണം നമ്മുടെ മുതിർന്ന ആളുകൾ ചെയ്യുന്നതാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മുതിർന്ന ആളുകളുടെ ഈ കമ്മ്യൂണിക്കേഷൻ അവർ പിന്തുടരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിട്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു ശീലമാണല്ലേ മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്നത്. ആ ശീലം മാറ്റിയിട്ട് നല്ലൊരു കേൾവിക്കാരനായിട്ടിരിക്കുക. അതിനുള്ള മറുപടി നമ്മൾ വിനയത്തോടു കൂടി പറയണം. അതുപോലെ തന്നെ എല്ലാവരുടെയും തീരുമാനങ്ങൾ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മുടെ കുടുംബത്തോടൊപ്പം കുറച്ചു നേരം ഇരിക്കാനും സംസാരിക്കാനും കുറച്ചു നേരം അവരെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.